തൃശൂർ വിയൂർ ജയിൽ പരിസരത്ത് നിന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകൻ തെങ്കാശിയിലെത്തി. 50ഓളം വരുന്ന തമിഴ്നാട് പോലീസ് സംഘം പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ബാലമുരുകൻ കുന്നിൻ മുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ബാലമുരുകനായി പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ് തമിഴ്നാട് പോലീസ്. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ദിവസങ്ങൾ കുറെ കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്താണ്? അനുജ, ഈ ബാലമുരുകന്റെ രക്ഷപ്പെടൽ തന്നെ നാടകീയമായിരുന്നു. ഈ വീട്ടിലേക്കെത്തിയ ബാലമുരുകൻ നാടകീയ സംഭവങ്ങൾ തീർത്തുകൊണ്ടാണ് വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു തവണ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിയ ബാലമുരുകനാണ് വീണ്ടും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ വിയൂർ ജയിലിന് സമീപത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ബാലമുരുകൻ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ആട് മേയ്ക്കുന്ന ആളുടെ വസ്ത്രം ധരിച്ച് ഈ വീടിന് സമീപത്തേക്ക് ഭാര്യയെ കാണുന്നതിന് വേണ്ടി എത്തുന്നത്. ഈ വിവരം മുൻകൂട്ടി മനസ്സിലാക്കി, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ നിരീക്ഷണത്തിനുണ്ടായിരുന്നു. 50ഓളം വരുന്ന പോലീസുകാർ ഈ ബാലമുരുകൻ വീട്ടിലെത്തിയതറിഞ്ഞ് ഈ വീട് വളയുകയും പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തതോടുകൂടിയാണ് സമീപത്തെ കുന്നിൻ മുകളിലേക്ക് ബാലമുരുകൻ ഓടിക്കയറിയത്. ഈ പോലീസുകാരും തൊട്ടുപുറകെ ഓടി എന്നുള്ളതാണ് പറയുന്നത്. തെങ്കാശി ജില്ലയിലെ കടയത്തിന് സമീപത്തെ കുന്നിൻ മുകളിലേക്കാണ് ഓടിക്കയറിയത്. ഈ 50ഓളം പോലീസ് ഓടിക്കയറിയെങ്കിൽ പോലും ബാലമുരുകൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഈ കുന്നിൻ മുകളിൽ കയറിയ 50 പോലീസുകാരിൽ 5 പോലീസുകാർ ഈ കുന്നിൻ മുകളിൽ കുടുങ്ങുകയും ചെയ്തു. പിന്നീട് ഇന്ന് രാവിലെ ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് ഈ കുന്നിന് മുകളിൽ കുടുങ്ങിയ 5 പോലീസുകാരെയും രക്ഷിച്ചത്. ഇന്നലെ രാത്രി അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമൊക്കെ ഫയർഫോഴ്സ് നടത്തിയെങ്കിൽ പോലും വലിയ രീതിയിൽ മഴ പെയ്തു. ഇതോടുകൂടി രക്ഷാപ്രവർത്തനം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഇപ്പോൾ തമിഴ്നാട് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം, ഈ കുന്നിന് മുകളിൽ തന്നെ ബാലമുരുകൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു വലിയ മലമ്പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല വളഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ ദുഷ്കരമായ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ മുകളിലേക്ക് കയറിയുള്ള പരിശോധനകൾ ദുഷ്കരമാണ്. എന്നാൽ പോലും ഒരു ദൗത്യത്തിലേക്ക് പോലീസ് കടക്കുന്നു. ഇപ്പോഴും ബാലമുരുകൻ ഈ കുന്നിന് മുകളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. ആട് മേയ്ക്കുന്ന ആളുടെ വേഷം ധരിച്ചുകൊണ്ടാണ് ബാലമുരുകൻ എന്തായാലും ഭാര്യയെ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് എത്തിയത്. അനുജ, ഇതിപ്പോൾ ഇന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടാകുമോ പോലീസിന്? സൂരജ്, അനുജ, അത് തന്നെയാണ്. അതായത് ഈ പ്രതിക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിന് ഒരു തരത്തിലും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. കാരണം ഈ ബാലമുരുകന് പിന്നാലെ പാഞ്ഞ 50 പോലീസുകാരിൽ 5 പേർ ഈ മലയ്ക്ക് മുകളിൽ കുടുങ്ങി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ദുഷ്കരമായ ചെങ്കുത്തായ മലനിരയാണത് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ബാലമുരുകൻ അധിക ദൂരത്തേക്ക്, അതായത് ഈ മല വിട്ട് ഒരു സ്ഥലത്തേക്കും പോകാൻ സാധ്യതയില്ല. അതായത് ഇത് തീർത്തും ഒരു വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരത്തേക്ക് പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ വനംവകുപ്പിന്റെ അടക്കം സഹായം തേടിക്കൊണ്ട് ഈ കുന്നിൻ മുകളിലും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളിലുമാണ് ഇപ്പോൾ ഈ വനംവകുപ്പ് പരിശോധന നടത്തുക. പക്ഷേ ഈ ദൗത്യം, അതായത് ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുക ദുഷ്കരമാണ്. ഈ മേഖലയിൽ ഇന്നലെ രാത്രിയൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു. അതാണ് ഈ മലയിൽ കുടുങ്ങിയ 5 പോലീസുകാരെ പോലും രക്ഷിക്കുന്ന ദൗത്യം ഇന്ന് രാവിലെ വരെ നീളാൻ ഇടയാക്കിയത്. എന്തായാലും ഇപ്പോഴും വലിയ പോലീസ് സന്നാഹം ഈ മേഖലയിൽ ആകെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ബാലമുരുകൻ അധിക ദൂരത്തേക്ക് പോകാൻ സാധ്യതയില്ല. കഴിഞ്ഞ തവണയും ബാലമുരുകൻ രക്ഷപ്പെട്ടു പോയതിനു ശേഷം ഈ ഭാര്യക്കരികിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ഭാര്യയെ കാണാൻ വേണ്ടി അവിടെ എത്തി പിന്നീട് അവിടെ വേഷം മാറി ജീവിക്കുന്നതിന് ഇടയിലാണ് ബാലമുരുകൻ അന്ന് പോലീസിന്റെ കെണിയിലായത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ബാലമുരുകൻ ഈ വീട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ട് പോലീസ് വലിയ നിരീക്ഷണം അടക്കം ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ പോലീസിന്റെ നിരീക്ഷണവുമായി പോലീസ് ഇന്നലെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ആട് മേയ്ക്കുന്ന ആളുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ബാലമുരുകൻ രാത്രിയോടുകൂടി വീട്ടിലെത്തുന്നത്. പക്ഷേ അതിനുശേഷം കുന്നിൻ മുകളിലേക്ക് കയറിയ ബാലമുരുകനെ കുറിച്ച് ഇപ്പോഴും വിവരമില്ല. എന്തായാലും വലിയ വ്യാപകമായിട്ടുള്ള ഒരു തിരച്ചിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. അനുജ, വിയൂർ ജയിൽ പരിസരത്ത് നിന്നാണ് കൊടും കുറ്റവാളി ബാലമുരുകൻ രക്ഷപ്പെട്ടത്. ആ ബാലമുരുകൻ തെങ്കാശിയിലെത്തി എന്ന വിവരത്തെ തുടർന്ന് തമിഴ്നാട് പോലീസ് സംഘം പിടികൂടാൻ ശ്രമിച്ചു. പക്ഷേ കുന്നിൻ മുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാളെ വലയിലാക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം പോലീസിനുണ്ട് എന്നതാണ് സൂരജ് സജി വിവരം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.